ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ദിസ് ഇസ് യുവർ ഇൻ ദിസ് ജോർണി. നമ്മളിന്നൊരു ബൈക്കിൻ്റെ എക്സ്പീരിയൻസ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു കിടലൻ ലൊക്കേഷനിലാണുള്ളത്, ഗുരുവായൂരിനടുത്തുള്ള ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബജാജ് ചേതക്ക് ഇലക്ട്രിക്കിൻ്റെ റിവ്യൂ എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂട്ടറിൻ്റെ ഓണറോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ശരത്തേടാ പറ. അപ്പോൾ ഈ സ്കൂട്ടർ എടുത്തിട്ട് ഇപ്പോൾ എത്ര മാസമായി? ഇപ്പോൾ ഒരു 3 മാസമാവും. 3 മാസം വെച്ചാൽ 30-ാം തീയതിക്ക് 3 മാസമാവും. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ചേതക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? ചേതക്ക് തിരയാൻ കാരണം വെച്ചാൽ ഞാനൊരു 3 മാസമായിട്ട് വണ്ടീനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വെച്ചാൽ ചെറിയ വണ്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ വലിയ വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്, പൾസറാണ് ഉപയോഗിച്ചിരുന്നത് 180. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൈലേജിൻ്റെ പ്രോബ്ലം, പിന്നെ മെയിൻ്റനൻസും വല്ലാതെ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പേപ്പറിലൊരു ആഡ് കാണണം, ബജാജിൻ്റെ ആഡ് കണ്ടു, ഈ വണ്ടിയുടെ ആഡ് കണ്ടു. വണ്ടിയുടെ ആഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെച്ചാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു ഫീലിംഗ് ഈ വണ്ടി കാണുമ്പോൾ നമുക്കില്ല. മറ്റേ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഒരു അൺഷേപ്പ് പോലെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതല്ലാത്തൊരു ഷേപ്പ് ഈ വണ്ടി കണ്ടപ്പോൾ നേരെ ഷോറൂമിൽ പോയി അവരോട് എൻക്വയറി നടത്തി. അവർ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിൽ അർബൺ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് വെച്ചാൽ നമ്മൾ ടച്ചാണ്, സ്റ്റാർട്ടെല്ലാം നമ്മൾ പോക്കറ്റ് സെൻസറാണ്. വളരെ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനമാണ്. വെച്ചാൽ ഒരു ഇത്തിരി ഏജ്ഡ് ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമുക്കൊരു ചാർജിൽ ഇത് കിട്ടുന്നത് 117 കിലോമീറ്ററാണ് കിട്ടുന്നത്. 100 ചാർജ് ആയി കഴിഞ്ഞാൽ 117 കിലോമീറ്റർ. അപ്പോൾ ഇത് എത്ര എന്താ പറയുക, ഈ ഓരോ മോഡ് ഉണ്ടാവില്ലേ? സ്പീഡ് നമ്മൾ അത് നമ്മൾ 40-50ൻ്റെ ഉള്ളിൽ ഈ വണ്ടി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ചാർജിങ് ടൈം കൂടുതൽ കിട്ടും, ലൈഫ് വെച്ചാൽ ചാർജിങ്ങിന്റെ ഡ്യൂറേഷൻ കൂടുതൽ. 40 നല്ല സ്പോട്ടില്ല, 40 കിലോമീറ്റർ സ്പീഡിലാണ്. അല്ലെങ്കിൽ 50ൻ്റെ ഉള്ളിലാകുമ്പോൾ വെച്ചാൽ നോർമലി 40-ൽ പോകുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു വണ്ടി സ്പീഡിൽ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നല്ല കുഴപ്പമില്ലാത്തൊരു സ്പീഡ് ആണ് 40-45-ൽ പോകുമ്പോൾ തന്നെ. അപ്പോൾ ആ ഒരു ലെവലിൽ പോകുമ്പോൾ തന്നെ ബാറ്ററി ലൈഫ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബാറ്ററിയുടെ നമുക്ക് ചാർജിങ് ടൈം ഡ്യൂറേഷൻ കൂടുതൽ കിട്ടും. പിന്നെ അതുപോലെ ഇത് കാറ്റിങ് കയറുമ്പോഴൊക്കെ എങ്ങനെയുണ്ട്? കാറ്റിങ് കയറുമ്പോൾ നോർമലി ഒരു പ്രശ്നമില്ല. ഞാൻ വൈഫിനായിട്ട് ഇതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കുന്നോളം പോകാനൊക്കെ ആയിട്ട് കാർത്തായിട്ട് കയറ്റം, അതുപോലെ വലിയ കയറ്റങ്ങളൊന്നും നമ്മൾ ഒരു നോർമലി വണ്ടി കയറുന്ന സ്മൂത്തായിട്ട് കയറും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണതിന് ചാവിയാണോ, എന്താണ് യൂസ് ചെയ്യുന്നത്? ചാവി എന്താ വെച്ചാൽ നമ്മൾ പോക്കറ്റിൽ ചാവി ഉണ്ടായി അഡ്വാൻസ്ഡ് സെറ്റപ്പ് എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഒക്കെ റിമോട്ട് കീ ഇല്ലേ, അതേ സെയിം സാധനം നമ്മൾ കയ്യിൽ കീ ഉണ്ടായാൽ മതി, പോക്കറ്റിൽ ഉണ്ടായാൽ മതി. പോക്കറ്റിൽ കീ ഉണ്ടായ ഇതാണ് കീൻ്റെ കീ. നമ്മൾ പോക്കറ്റിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവും. സെൻസറാണ്, ഇതാ ഇവിടെയാണ് സ്റ്റാർട്ട്. നമ്മൾ കീ ആയിട്ട് അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. കീ നമ്മൾ അടുത്ത ഒരു റേഞ്ചിൽ ഉണ്ടാവുക എന്ന് പറയില്ലേ, ചിലൊരു 4 മീറ്റർ ദൂരത്തിൽ കീ ഉണ്ടായെങ്കിൽ തന്നെ ഇതാ ഇവിടെ വൺ ടച്ച് സ്റ്റാർട്ട്. ഡബിൾ ടച്ച് ചെയ്താൽ വണ്ടി ഓഫ് ആവും. ഡബിൾ ടച്ച് ചെയ്താൽ അതൊന്നും വണ്ടി ഓഫ് ആവും. കീ ലോക്ക് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്ത് വണ്ടി ഹാൻഡ് ലോക്കാണ്. എല്ലാം ഒരേ സിസ്റ്റം, അഡ്വാൻസ് ആയിട്ടുള്ള സെറ്റപ്പാണ്. വീണ്ടും അതൊന്ന് റിലീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് റിലീസായി, സ്റ്റാർട്ടായി റിലീസായി. അത് ടച്ച് ചെയ്തപ്പോൾ റിലീസായിട്ട് വരുമ്പോൾ വണ്ടി ലോക്ക് തുറക്കുകയും ചെയ്യും, വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുന്നതാണ് കമ്പനി പറയുന്നത്? ഫുൾ ചാർജ് ചെയ്താൽ 117 കിലോമീറ്ററാണ് ഇതിൽ കാണിക്കുന്നത്. 110 കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് ഓടാം. ഞാൻ ഫസ്റ്റ് വണ്ടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം 110 കിലോമീറ്റർ ഓടി. അപ്പോൾ ഒരു 7-10 ബാലൻസ് ഉണ്ടായാലും മതി ബാറ്ററിക്ക്. അത്രയും ഡ്രൈ ആവാതെ നോക്കാൻ 110 കിലോമീറ്റർ വരെ ഞാൻ ഓടി പിറ്റേ ദിവസം, വണ്ടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡിൽ ഓടുകയാണെങ്കിൽ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് അറിയോ? ടോപ്പ് സ്പീഡ് സാധാരണ വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ അത്രയും സ്പീഡ് വരെ 80-90 ആ നോർമലി സ്പീഡൊക്കെ ഇതിന് പോവാം. പക്ഷേ ഇതിൻ്റെ ബാറ്ററിക്ക് ലൈഫ് കിട്ടുന്നത് 40-50 മേലെ പോകുമ്പോഴാണ്, ആ ഒരു നോർമൽ സ്പീഡിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ബാറ്ററിക്ക് ചാർജിങ് ഡ്യൂറേഷൻ കൂടുതൽ കിട്ടുന്നത്. നോർമലി സ്പീഡ്
അപ്പോൾ ഫുൾ ചാർജ് ചെയ്യാൻ എത്ര സമയം പിടിക്കും? സമയം വെച്ചാൽ 4 മണിക്കൂറാണ് കണ്ടിന്യൂ ടൈം. ഈ 4 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ 100% ബാറ്ററി ചാർജ് ആവും. 117 കിലോമീറ്റർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണിക്കും. അപ്പോൾ ബാറ്ററി ഓട്ടോമാറ്റിക് കട്ടാവും ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ? ചാർജ് ആയി കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ് ഫില്ലായി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും. അപ്പോൾ 3 മാസമായി വണ്ടി എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 മാസത്തിനിടയിൽ എന്തെങ്കിലും കംപ്ലയിൻസോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഈ വണ്ടിയെ കുറിച്ചിട്ടുള്ളത്? വെച്ചാൽ 3 മാസമായിട്ട് വെച്ചാൽ ഞാൻ ഭയങ്കര ഷോൾഡർ പെയിൻ തീരെ ഇല്ല എന്ന് പറയുന്ന പോലെ വെച്ചാൽ എത്ര ഇത് നമ്മൾ 80 കിലോമീറ്റർ 100 കിലോമീറ്റർ ഓടിച്ചാലും വളരെ സ്മൂത്താണ്. സ്ട്രെയിൻ ചെയ്യാതെ നമുക്ക് വെച്ചാൽ അത്രയും സ്മൂത്തായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ വണ്ടിക്ക് നമുക്ക് ക്ഷീണമില്ല. അപ്പോൾ ഒരു 10-50 കിലോമീറ്റർ ഓടിച്ചാലും 100 കിലോമീറ്റർ നമ്മളൊരു ദിവസം ഓടിച്ചാലും മറ്റേ വലിയ വണ്ടി ഉപയോഗിച്ചതിൻ്റെ ഒരു ക്ഷീണമൊന്നുമില്ല. ഭയങ്കര വെയിറ്റ് സാധാരണ വണ്ടിയുടെ വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റും ഇതിൻ്റെ ഡ്രൈവ് ചെയ്യാൻ വലിയൊരു സുഖമുണ്ട്. വളരെ വെയിറ്റ് കുറഞ്ഞ വണ്ടിയല്ല, മറ്റേ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഏറ്റവും ലോക്കൽ മോഡലിൻ്റെ ആ വെയിറ്റ് കുറഞ്ഞ ഫീലിംഗ് അല്ല. ശരിക്കും നമ്മളെ ആ ഒരു സുസുക്കിയുടെ ഒക്കെ വണ്ടിയുടെ ഒക്കെ ആ വെയിറ്റ് സാധനങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. പിന്നെ അതുപോലെ വല്ല കംപ്ലൈൻറ്റുകളെല്ലാം ഉണ്ടായിട്ടുണ്ടോ ഇതിൻ്റെ ഇടയിൽ? കംപ്ലൈൻറ്റ് എന്ന് പറയാൻ എന്താ വെച്ചാൽ ഇത് 1000 കിലോമീറ്റർ 1500 കിലോമീറ്ററിനാണ് ഫസ്റ്റ് നമ്മൾ സർവീസിങ്. മറ്റേ വണ്ടികൾക്ക് ഓയിൽ മാറ്റാമെന്നൊക്കെ പറയണമല്ലോ, ഇതിന് ഓയിൽ മാറ്റാൻ അങ്ങനത്തെ കാര്യങ്ങളില്ലല്ലോ, അപ്ഡേഷനാണ്. അപ്പോൾ 1000 കിലോമീറ്ററിന് സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോൾ അപ്ഡേഷൻ ചെയ്യും വണ്ടിയുടെ സോഫ്റ്റ്വെയർ. അപ്ഡേഷൻ ചെയ്തപ്പോൾ വെച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം ചാർജിങ് സോക്കറ്റിന് എറർ കാണിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ, ചീഫിനോട് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ അപ്ഡേഷൻ ചെയ്യുമ്പോൾ അതിന് ഉണ്ടാവുന്ന കംപ്ലയിൻറ്റ്സ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അത് അപ്ഡേഷൻ ചെയ്യുമ്പോഴാണ് ഓരോന്ന് നമുക്ക് പുറത്ത് വരിക. അപ്പോൾ അത് അവർ ചെയ്തൊന്നും റീപ്ലേസ്മെൻറ്റുകളാണ് എല്ലാം. പിന്നെ പാർട്സ് കിട്ടാൻ പുതിയ ഏറ്റവും ബ്രാൻഡഡ് വണ്ടിയായി കാരണം ചിലപ്പോൾ 2-3 ദിവസം വൈകിയെന്ന് മാത്രം. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ നമുക്ക് പഴം പോലെ സർവീസ് വളരെ നല്ല സർവീസ് ആയിരുന്നു. പിന്നെ അവർ സർവീസ് സെൻ്ററിലും നല്ല ഡീലിംഗ് ആണ് ഇത് ചെയ്തത്. പിന്നെ ഇത് ഓവറോൾ എന്താ അഭിപ്രായം? മറ്റേ ഈ ചാതക്ക് ഇലക്ട്രിക്കായി എടുത്തോണ്ട് ഈ ചാതക്ക് പണ്ട് കാലത്ത് ഒരു എന്താ പറയാ, പണ്ട് കാലത്തെ ആൾക്കാരുടെ ഒരു നമ്മളെ മുൻ തലമുറക്കാർ നമ്മളെ പഴയ കാരണന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു കേട്ടുപരിചയം ഞാനും ചാതക്ക് കുറച്ച് നാൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്ടം വെച്ചാൽ പിന്നീട് വെച്ചാൽ ബ്രാൻഡഡ് കമ്പനി വെച്ചാൽ ബജാജ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രാൻഡഡ് കമ്പനി, ഒരു തറവാട്ടുകാരൻ എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണ് ബജാജ് ചേതക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ചേതക്കിൽ മോഡിഫിക്കേഷൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, ആ ഗുണം അതിനുണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഈ വണ്ടിയിലേക്ക് എത്താൻ കാരണം. അത് ഇതുവരെ 3 മാസം ഉപയോഗിച്ചപ്പോൾ നല്ലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് എങ്ങനെയാണ് വന്നത്? ഷോറൂമിലെ പ്രൈസ് 135 വണ്ടിയുടെ വില പ്രൈസ് ഉണ്ടായിരുന്നത്. ഞാൻ ഓണത്തിൻ്റെ ആ ഒരു ടൈമിൽ വണ്ടി എടുത്തപ്പോൾ ഒരു ചെറിയൊരു മറ്റേ സബ്സിഡി ഇതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-11 രൂപയുടെ ഒരു ഡിഫറൻറ്റ് എനിക്ക് കിട്ടി വണ്ടിയിൽ. ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് EMI ആയിട്ടല്ലേ എടുത്തുള്ളത്? EMI 10 രൂപയല്ല വെച്ചാൽ 20 രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് 20 രൂപ 20,000 രൂപ 20,000. പിന്നെ ബാക്കി ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററിയുടെ വാറണ്ടിക്ക് എങ്ങനെയാണ് വരുന്നത്? ബാറ്ററി വാറണ്ടി പറയുന്നത് വെച്ചാൽ 3 വർഷം നമുക്ക് ബാറ്ററി ടൈമാണ്. ബാറ്ററിക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കമ്പനി മാറ്റി തരും. പിന്നെ അതുകൂടാതെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 6,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അത് 5 കൊല്ലത്തെ വാറണ്ടി ആയിട്ട് മാറും. 5 കൊല്ലത്തേക്ക് നമുക്ക് ബാറ്ററിക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ബാറ്ററി കമ്പനി മാറ്റി തരും. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ അടുത്ത മാസം അടയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഫസ്റ്റ് വണ്ടി എടുത്തതിൻ്റെ അത് കഴിഞ്ഞാൽ അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ഇത് ഇങ്ങനെ സംഭവം കൂടി ഉണ്ട്, സ്കീമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് 6,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 കൊല്ലത്തേക്കുള്ള വണ്ടിയുടെ വാറണ്ടി 5 കൊല്ലം നമ്മൾ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട. വേറെ എന്തെങ്കിലും ചെറിയൊരു മെയിൻ്റനൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി 3 കൊല്ലം വണ്ടിയുടെ ബാറ്ററി ഗ്യാരണ്ടി ഉണ്ട്. അതുകൂടാതെ 5 കൊല്ലത്തേക്കായിട്ട് മാറും. 3 പ്ലസ് 2 കൊല്ലം കൂടി കയറും. അപ്പോൾ നമ്മുടെ ഈ ബജാജിൻ്റെ ബൈക്കിനെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം എന്താ? ഈ ചേതക്കിനെ പറ്റിയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു എന്താണ് ഇതുവരെയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് പറയുന്നത്? ഞാൻ ഇപ്പോൾ 3 മാസം ആയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ 3 മാസം കൊണ്ട് എന്താ സംഭവം വെച്ചാൽ ഞാൻ പല വണ്ടികളും ഉപയോഗിക്കുന്ന ആളാണ്. വെച്ചാൽ ഇപ്പോൾ ബുള്ളറ്റ് ഉപയോഗിക്കാറുണ്ട്,
പൾസറാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത്, പിന്നെ SS ഉപയോഗിച്ചിരുന്നു സുസുക്കിയുടെ. പക്ഷെ അന്നൊക്കെ മാറ്റം ഈ വണ്ടിയിൽ വളരെയായിട്ട് ഡിഫറൻറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വണ്ടി പല ആൾക്കാരും ഓടിച്ചപ്പോൾ തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് അവരെക്കാൾ കൂടുതൽ അഭിപ്രായം ഞാൻ ഇപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ള ലെവലിൽ നല്ല അഭിപ്രായമാണ്. വെരി ഗുഡ്, 100 മാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് ബജാജിൻ്റെ. കാശ് കൊടുത്തതിൻ്റെ ഒരു നമ്മൾ പൈസ കൊടുത്തതിൻ്റെ ഒരു മൂല്യം നമുക്ക് ഈ വണ്ടിയിലുണ്ട്. അത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഒരു പ്രോബ്ലം ഇല്ലാത്ത വണ്ടിയാണ്. ചിലപ്പോൾ ഒരു 3 മാസം കൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കി കഴിഞ്ഞു ചില ഉപയോഗവും എല്ലാ കാര്യങ്ങളും. ഞാൻ 18-20 വർഷത്തിൽ മേലെ മറ്റേ 2 വീലറിൽ മറ്റേ ചെറിയ വണ്ടി സ്റ്റാർട്ടിങ് ഉപയോഗിച്ചിരുന്നു. ചേതക്ക് ഉപയോഗിച്ചിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞ് 100cc മറ്റേ ഹീറോ ഹോണ്ടൻ്റെ വണ്ടി ഉപയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ പൾസർ സെക്കൻഡ് കട്ടി തന്നെ ഒരു ഗ്ലാമർ എന്ന് പറഞ്ഞ വണ്ടി ഉപയോഗിച്ചിരുന്നു. ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ ഉപയോഗിച്ചിരുന്നു. നല്ല വണ്ടിയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റം. അപ്പോൾ അത് കഴിഞ്ഞ് മാറ്റി പൾസറിലേക്ക് വന്നു. പൾസറിന്ന് വന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പൾസറിന്ന് ഭയങ്കര മാറ്റം. പൾസർ എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് കാര്യങ്ങളൊക്കെ. വണ്ടി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പറ്റിയ വണ്ടിയാണ്. വണ്ടീനെ കുറ്റപ്പെടുത്തല്ല. പിന്നെ അതല്ല മെയിനായിട്ട് ചോദിക്കാൻ വെച്ചുള്ള കാര്യം മറ്റേ ഇപ്പം ഈ നമ്മളിപ്പോൾ പെട്രോളിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രിക്കിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാഭങ്ങളും പിന്നെ ഈ ഇലക്ട്രിക് മറ്റേ കറണ്ട് ചാർജിൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിയത്? എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചാർജിങ്ങിന് വരുന്നത് 30 രൂപീസ് 30 രൂപയാണ് നമുക്ക് വരുന്നത്. എനിക്കൊരു ദിവസം ഓടാൻ 100 രൂപ ചിലവ് വന്നിരുന്നതിന് ഇപ്പോൾ ഞാൻ ഒരു ചാർജിങ് ചെയ്താൽ ചിലപ്പോൾ 2 ദിവസം ഉപയോഗിക്കും. 15 രൂപയാണ് എനിക്കൊരു ദിവസത്തെ എക്സ്പെൻസ് വരുന്നത്. പെട്രോൾ എക്സ്പെൻസ് വരുന്നത് 15 രൂപ. ഇലക്ട്രിക് ആയതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വണ്ടിക്ക് പെട്രോൾ അടിക്കണ പൈസ നമ്മളതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ വണ്ടി ഇപ്പോൾ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇതിൽ വന്നു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ആദ്യം പല ആൾക്കാരും പല അഭിപ്രായം പറഞ്ഞിരുന്നു. വണ്ടീനെ കുറിച്ച് അറിയാതെ വണ്ടി പോയി എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഒരു തറവാട്ട് മഹിമക്കാരൻ ചേതക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെന്ന് കയറി എടുത്താണ്. അതുകൊണ്ട് ഒരു ദോഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ബജാജിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അല്ലേ? ബജാജ് ബ്രാൻഡ് വെച്ചാൽ ഒരു പഴയ ഒരു വെച്ചാൽ കുടുംബക്കാരെന്ന് പറയില്ല, അങ്ങനത്തെ സാധനം നമ്മൾ ഉപയോഗിച്ചിരുന്ന മുൻ തലമുറക്കാർ ഉപയോഗിച്ചിരുന്ന അവർക്കൊക്കെ ആ ഒരു സാധനത്തിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയാണ് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം. പിന്നെ പൊതുവായിട്ട് എന്താണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഫൈനലി എന്താണ് ഇപ്പോൾ ഈ ചാതക്കിന് വേണ്ടിയിട്ട് പറയാനുള്ളത്? ഫൈനലി വെച്ചാൽ ഞാൻ പറയാന്ന് വെച്ചെങ്കിൽ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ബൈക്കിലേക്ക് നമ്മുടെ കേരളമല്ല ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ പെട്രോൾ വാഹനത്തിൽ നിന്നും ഡീസൽ വാഹനത്തിൽ നിന്നും മാറി ഒക്കെ ഇലക്ട്രിക് ബൈക്കിലേക്ക് മാറാനുള്ളൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചേതക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് തന്നത്. നമുക്ക് നമ്മുടെ ഒപ്പം നമ്മുടെ ശരത്തേട്ടനാണ് ഉണ്ടായിരുന്നത്. ശരത്തേട്ടനാണ് ഇന്ന് നമ്മുടെ ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്, അല്ല സ്കൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേതക്ക് ഇലക്ട്രിക്കിൻ്റെ അർബൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ, ബൈ.